എൻ്റെ രക്ഷകനും നാഥനുമായ ഈശോയ്ക്കും പരിശുദ്ധ അമ്മ മാതാവിനും ഈ അൾത്താരയിൽ കയറി നിന്നുകൊണ്ട് സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ പേര് ജിൻസി. ഞാൻ പെരിക്കല്ലൂർ ഇടവക വയനാട്ടിൽ നിന്നും വരുന്നു. ഇതെൻ്റെ മോള് എറിൻ, ഇതെൻ്റെ ചേട്ടൻ്റെ മോള് ടാനിയ. ഞാൻ ഇവിടെ വന്ന മെജോറിറ്റിയെ പോലെ ആവശ്യങ്ങൾ നടക്കാതെ വന്നപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എഴുതി പല കാര്യങ്ങളും കിട്ടാതെ വന്നപ്പോൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അങ്ങനെ ഞാൻ മൾട്ടിപ്പിൾ ടൈംസ് OET എഴുതി ഫെയിലായിട്ട് OET പാസ്സാകാനാണ് ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വന്നത്. പക്ഷേ അങ്ങനെ ഉടമ്പടി എടുത്ത് ഉടമ്പടി നിബന്ധനകളും അതിൻ്റെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് OET ഞാൻ പിന്നെ എഴുതി തോറ്റു. എങ്കിൽ പോലും എൻ്റെ കുഞ്ഞിന് ഒരു അസുഖം വന്നു. അവൾ ഒരു ദിവസം തലവേദനയാണെന്ന് ജസ്റ്റ് പറഞ്ഞു, സ്കൂൾ വിട്ട് വന്ന കൊച്ച് തലവേദനയാണെന്ന് പറഞ്ഞു. അപ്പം നമ്മളോർത്ത് വല്ല പനിയുടെ ആയിരിക്കും എന്ന് വിചാരിച്ച് അവൾക്ക് പാരസെറ്റാമോൾ സിറപ്പ് കൊടുത്ത് ഹസ്ബൻഡ് അവളെ ഒരു 5 മിനിറ്റ് കിടക്കാൻ പറഞ്ഞു. ഇനി കൊച്ച് കിടക്കുവാണോ എന്നറിയാൻ വേണ്ടി പുള്ളി ചെന്ന് നോക്കിയപ്പം കൊച്ചിൻ്റെ കണ്ണിങ്ങനെ മറിഞ്ഞു പോകുന്നത് പോലെ തോന്നി. അന്നേരം പെട്ടെന്ന് പേടിച്ച് കുഞ്ഞിനെ എടുത്തപ്പോൾ കൊച്ച് വോമിറ്റ് ചെയ്യുകയും സഡൻലി അൺകോൺഷ്യസ് ആയി പോവുകയും ചെയ്തു. പിന്നെ അവിടുന്ന് നമ്മൾ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അവിടെ CT ചെയ്തപ്പോൾ കൊച്ചിൻ്റെ സിവിയർ ബ്ലീഡിങ്, തലയിൽ സിവിയർ ബ്ലീഡിങ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടുന്ന് അവർ പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ആംബുലൻസിൽ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് നല്ല ഫെസിലിറ്റിയുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വയനാട്ടിലാണ്. അപ്പം കോഴിക്കോട് വരെ കുഞ്ഞിനെ എത്തിച്ചു. ഇവിടെ വിളിച്ചു പറഞ്ഞായിരുന്നു മിംസിൽ. അങ്ങനെ ഒരു ടീം ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇവിടെ വന്ന് നമ്മൾ അവർ CT ചെയ്തപ്പം CT ടേബിളിൽ തന്നെ കൊച്ചിന് കാർഡിയക് അറസ്റ്റ് അടിക്കുകയും ഒരു 2 മിനിറ്റ്സോളം കൊച്ച് റെസ്പോൺസീവ് അല്ലാതെ അതിനോട് CPR പോലും റെസ്പോണ്ട് ചെയ്യാതെ കിടന്നു. അത് കഴിഞ്ഞ് റിട്രീവ് ചെയ്തതിന് ശേഷം അവർ ക്രേണിയോട്ടമി ചെയ്തു. അതിൻ്റെ പ്രൊസീജിയറുകൾ, ബാക്കി ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയറുകളെല്ലാം ചെയ്തു. കൊച്ചിനെ ICUയിലേക്ക് ഷിഫ്റ്റാക്കി. ICUയിൽ ഷിഫ്റ്റാക്കി. ആ സമയം ഞാൻ സൗദിയിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ പിറ്റേ ദിവസം തന്നെ എത്തി, ധാർഞ്ഞപാടി എത്തി. അപ്പം ഞാൻ വരുമ്പം എനിക്ക് ഈ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുള്ള ഒരു അറിവിൽ നിന്നും ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കണം, ഈ സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് തമ്പുരാൻ്റെ കൃപയാൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ എനിക്ക് സാധിച്ചു. ഞാൻ അലറി വിളിക്കുകയൊന്നും ചെയ്യാതെ ശാന്തതയോടുകൂടി ഞാൻ കൊണ്ടുവന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ വെച്ച് ICU കയറി കുഞ്ഞിനെ കണ്ട് പ്രാർത്ഥിച്ച് ഇറങ്ങി. അതുപോലെ എൻ്റെ എല്ലാ കൂട്ടുകാരോടും പ്രാർത്ഥന സഹായം ചോദിച്ച് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് എൻ്റെ കൂട്ടുകാർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഇവിടെ കൃപാസനത്തിനടുത്തുള്ള എൻ്റെ കൂട്ടുകാരിയുടെ ഹസ്ബൻഡ് ഇവിടെ കുഞ്ഞിൻ്റെ ഫോട്ടോയും ഒക്കെ ആയിട്ട് വന്ന് അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് കൊടുത്തു. അതിൻ്റെ എല്ലാം ഫലമായിട്ട് പിന്നെ 3ാമത്തെ ദിവസം ഇവളാണെങ്കിൽ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ ഒരു 7 പ്രാവശ്യം കാർഡിയക് അറസ്റ്റിൽ പോവുകയും അവരെ ഷോക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പം നമ്മളെ വിളിച്ച് അവർ പറഞ്ഞു, ഇനി ഞങ്ങൾ വെൻറ്റിലേറ്ററിൽ ഇട്ടതുകൊണ്ട് കാര്യമില്ല, കാരണം ഇതിപ്പം ഒരു കുഞ്ഞു ഹാർട്ടാണ്, 6.5 വയസ്സേ ഇവക്കുള്ളൂ. അപ്പോൾ ഒരു കുഞ്ഞു ഹാർട്ടാണ്, ടോളറേറ്റ് ചെയ്യത്തില്ല ഇത്രയും ഷോക്ക്. അപ്പം നമ്മൾ വെൻറ്റിലേറ്ററിൽ നിന്ന് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും നേരം പിടിച്ചു നിന്ന് ഞാൻ ആ ഒരു നിമിഷം ഒന്ന് വിതുമ്പിപ്പോയി. അതായത് ഇനി 3 മക്കളുള്ള ഞാൻ ഇനി 2 മക്കളെന്ന് പറയേണ്ട ഒരു അവസ്ഥയിലോട്ട് വരുവാണോ തമ്പുരാനെ? ഞാൻ എൻ്റെ ഈ കുഞ്ഞിനെ പ്രസവിച്ചിട്ടേ ഉള്ളൂ. ഇവളുടെ കൂടെ ഞാൻ നടന്നിട്ടില്ല, ജീവിച്ചിട്ടില്ല. അപ്പം അതിന് എനിക്കൊരു അവസരം തരണേ. ഒരു ചൂടുള്ള ശരീരം എൻ്റെ തോളത്തിട്ടുകൊണ്ട് പോകാൻ എനിക്കൊരു അവസരം തരണേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങളെ ജസ്റ്റ് അന്നേരം ഫാമിലീനെ വിളിച്ചൊന്ന് കാണിക്കണം വെൻറ്റിലേറ്ററിൽ നിന്ന് എടുക്കുന്നതിന് മുന്നേ എന്ന് പറഞ്ഞു. അങ്ങനെ ഫാമിലീനെ വിളിച്ചൊന്ന് കാർന്നോമാരെയൊക്കെ ഒന്ന് കാണിച്ചു കൊച്ചിനെ വെൻറ്റിലേറ്ററിൽ നിന്ന് എടുക്കുന്നതിന് മുന്നേ. എന്നിട്ട് ഞങ്ങളെ അവർ പുറത്തിറക്കി വിട്ടു. ഒരു 45-50 മിനിറ്റ് കഴിഞ്ഞാണോ അവർ വന്ന് ഞങ്ങളെ പേരൻസിനെ വിളിച്ചു. അപ്പം ഞങ്ങൾ ഓർത്ത് ബോഡി റിസീവ് ചെയ്യാനായിരിക്കും ഞങ്ങളെ വിളിച്ചതെന്ന് വിചാരിച്ചു. പക്ഷേ അന്നേരം അവർ പറഞ്ഞു ലാസ്റ്റ് 45 മിനിറ്റ്സിൽ അവർക്ക് ഒരു സിംഗിൾ അറസ്റ്റ് പോലും അടിച്ചില്ല. കാരണം നമ്മൾ CTക്ക് കൊണ്ടുപോവുക. CTയിൽ അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. മിംസിൻ്റെ ആ ICUവിൻ്റെ മുന്നിൽ മുട്ടയിൽ നിന്ന് കൈവിരിച്ച് പിടിച്ച് ഞാൻ വിശ്വാസപ്രമാണം ഉറക്കി ഒരു ഭ്രാന്തിയെ പോലെ ചൊല്ലി. ആക്ച്വലി എന്നെ നോക്കി ഒത്തിരി പേര് നോക്കുന്നുണ്ടായിരുന്നു. ഒന്നും ഞാൻ മൈൻഡ് ചെയ്തില്ല. ഞാൻ പ്രാർത്ഥിച്ചു. കുഞ്ഞിന് ഒരു കുഴപ്പവും കൂടാതെ CT കഴിഞ്ഞ് തിരിച്ചെത്തി. അങ്ങനെ CT കഴിഞ്ഞ് അതിൻ്റെ എടുത്തതിൻ്റെ റിസൾട്ട് ഡോക്ടേഴ്സ് പറഞ്ഞു കുഴപ്പമില്ല, അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എല്ലാവരോടും ഞാനത് പറഞ്ഞു. എൻ്റെ കൂട്ടുകാരും നൈറ്റ് വിജിലും ഒക്കെ നടത്തി അവരെല്ലാവരും ആരാധനയൊക്കെ ആയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ദൈവവചനം നമ്മൾ റെക്കോർഡ് ചെയ്ത് പ്രാർത്ഥിക്കുന്നതൊക്കെ അവളെ കാണാൻ കയറുമ്പോൾ ഞാൻ അവിടെ വെക്കും. അവളുടെ ചെവിക്കഴി വെച്ച് അവിടെ നിന്നോണ്ട് അവളുടെ കയ്യിലും കാലിലും എല്ലാം നമ്മുടെ ഉടമ്പടി തൈലം തൂത്ത് പ്രാർത്ഥിക്കും. പിന്നെ അവൾക്ക് കൊടുക്കുന്ന ഫീഡിനകത്ത് ഞാൻ സിസ്റ്റേഴ്സിനോട് പറഞ്ഞൊരു തുള്ളി ഉപ്പിട്ട് കൊടുക്കണേ എന്ന് പറയുമായിരുന്നു. പിന്നെ അവളുടെ ചെസ്റ്റിൽ എൻ്റെ ഉടമ്പടി കാശുരൂപം വെച്ചു.
അമ്മ മാതാവിൻ്റെ ഒരു രൂപം ഞാൻ അവളുടെ പില്ലോയിൽ ഒട്ടിച്ചു വെച്ച് അവളെ കിടത്തിയിരിക്കുന്നത്. അവളുടെ തല പോലും അനക്കാൻ പറ്റാതെ കൊച്ചിൻ്റെ കാലും കൈയും സ്വളനായിട്ട് എഡിമേറ്റസ് ആയിട്ട്. കുഞ്ഞിനെ കണ്ടാൽ മുടിയെല്ലാം അവർ ഫുള്ള് ക്ലീൻ ചെയ്ത് അവളെ കണ്ടാൽ എൻ്റെ കുഞ്ഞാന്ന് പോലും മനസ്സിലാകത്തില്ല, ഒന്നും അനങ്ങത്തില്ല. ഒരു ഐസ് ചുറ്റും വെച്ച് തണുത്തുറഞ്ഞ ഒരു ശരീരം മാത്രമായിരുന്നു കുഞ്ഞിനുണ്ടായിരുന്നത്, അനങ്ങുമൊന്നുമില്ലാതെ. അങ്ങനെ 5-ാമത്തെ ദിവസം അവളുടെ കൈ ഞാനിങ്ങനെ കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൾ റൈറ്റ് ഹാൻഡ് ഒന്ന് ജസ്റ്റ് മൂവ് ചെയ്തു. അത് ഞാൻ പെട്ടെന്ന് ഡോക്ടേഴ്സിനോട് പറഞ്ഞു. അതുപോലെ ബാക്കി പിന്നെയുള്ള അവളുടെ പ്രോഗ്രസ്സൊക്കെ വളരെ ഫാസ്റ്റായിരുന്നു, റിക്കവറി. പിന്നെ 7-ാമത്തെ ദിവസം അവളെ റിക്കവറി റൂമിലോട്ട് മാറ്റി ICUന്ന്. അതിനുശേഷം 19-ാമത്തെ ദിവസം ഇങ്ങനെ മരിച്ചു പോകും, വെന്റിലേറ്ററിൽ നിന്ന് എടുക്കണം. കൊച്ചിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവം വന്നായിരുന്നു. 3-ാമത്തെ ദിവസം CT കഴിഞ്ഞപ്പോൾ തന്നെ അന്ന് ഈവനിങ്ങിലാണെങ്കിൽ കുഞ്ഞിന്, അതായത് അവൾ 4 ഹാർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന മരുന്ന് അവൾക്ക് പോകുന്നുണ്ടായിരുന്നു, 4 അയണോട്രോപ്സ്. അപ്പോൾ അതൊന്നും റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ കൊച്ചിൻ്റെ ഹാർട്ട് ഇത്രയും നേരം ഈ മെഡിസിനിൽ പോയാൽ ഹാർട്ട് നിൽക്കത്തില്ല, നിന്ന് പോകും. അത് കാരണം ഹാർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന വെന്റിലേറ്റർ പോലെ എക്മോ എന്ന് പറഞ്ഞൊരു മെഷീനുണ്ട്, അതിനകത്ത് ഇടണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞങ്ങൾ ആകെപ്പാടെ വീണ്ടും സങ്കടത്തിലായി. അപ്പം എക്മോയിലിട്ടാൽ അതിനകത്തുണ്ടാകുന്ന കോംപ്ലിക്കേഷൻ, വീണ്ടും ഹെപ്പാരിൻ കൊടുക്കണം, അപ്പോൾ റീബ്ലീഡ് ആകും ഇവളുടെ തലേന്ന്. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് പല കാര്യങ്ങളും സങ്കടത്തിലും ഇനി എന്ത് ചെയ്യണം എന്നറിയില്ലാതെ നിന്നപ്പോഴൊക്കെ സങ്കടപ്പെട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ, ഞാൻ ഹസ്ബൻഡ് സങ്കടപ്പെട്ട് നിന്ന സമയത്തൊക്കെ തമ്പുരാൻ ഇങ്ങനെ നമുക്ക് ഓരോ തോട്ട് തരുമായിരുന്നു. ഞാൻ പെട്ടെന്ന് എൻ്റെ ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിച്ചു. ആ ഹോസ്പിറ്റലിൽ ഒത്തിരി കേസസ് ഇങ്ങനെ നടക്കുന്നതാണ്. അപ്പോൾ എനിക്ക് കറക്റ്റ് കാർഡിയാക് ICUവിലെ ഡോക്ടറെ കിട്ടി. ഡോക്ടർ ഇവിടെ സംസാരിച്ചു. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം തമ്പുരാൻ ഇങ്ങനെ ക്രമീകരിക്കും. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ അറിയില്ലാതെ നിന്ന സമയത്ത് ആ ഡോക്ടർ പറഞ്ഞൊരു കാര്യം ഞാൻ എപ്പോഴും ഓർക്കുവാണ്. ഇപ്പോൾ ഇത് എൻ്റെ മോളാണെങ്കിൽ ഞാൻ എടുക്കുന്ന ഡിസിഷൻ മരുന്നുകൊണ്ട് പോട്ടെ എന്ന് പറയുമെന്ന് പറഞ്ഞു. അത് എനിക്ക് വേണ്ടുന്ന ഒരു മറുപടിയായിരുന്നു, ഞാൻ അവിടെ എന്താണ് പറയേണ്ടതെന്നുള്ളത്. അപ്പോൾ തമ്പുരാൻ അതെല്ലാം നമ്മളെ ആ ആൾക്കാരെ വിളിക്കാനും അവരെല്ലാം കണക്റ്റഡ് ആവാനും ഒക്കെ തമ്പുരാൻ്റെ കൃപയും പ്രാർത്ഥനയും ഒന്നുകൊണ്ട് മാത്രമാണ് സാധിച്ചത്. പിന്നെ അതിനുശേഷം ഇവൾ 19-ാമത്തെ ദിവസം ഡിസ്ചാർജായി. 6 months to 1 year എടുക്കും. ഇവൾ പാരലൈസ്ഡ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതായത് തുപ്പൽ പോലും ഇറങ്ങിയല്ല, കൊച്ചിൻ്റെ മുഴുവൻ പാരലൈസ്ഡ് ആയി കിടക്കുന്നു, സംസാരിക്കാൻ പറ്റത്തില്ല, ഒന്നും ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല, എല്ലാം ട്യൂബിൽ കൂടിയൊക്കെയാണ് ഫീഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കിട്ടിയ കുഞ്ഞ് ഡിസംബർ ആയപ്പോഴത്തേനും, ജൂലൈ 22-ന് സംഭവിച്ചു. ഡിസംബർ ആയപ്പോഴത്തേനും അവളുടെ ബർത്ത്ഡേ ഡിസംബർ 12-ന് അവൾ നടന്നു. നടന്നു ദൈവകൃപയാൽ. ഈ ഉടമ്പടി തൈലം അവർ നമ്മളോട് പറഞ്ഞു പിന്നെ ഫിസിയോതെറാപ്പി ചെയ്യണമെന്ന്. ഞങ്ങൾ ഒരു മാസത്തോളം ഫിസിയോതെറാപ്പി ചെയ്തു, കാരണം കൊച്ച് ഭയങ്കര റെസിസ്റ്റൻ്റ് ആയിരുന്നു അവർ വരുമ്പോൾ തന്നെ. അപ്പം പിന്നെ ബാക്കിയുണ്ടായിരുന്നത് അമ്മ എന്നും ഇവളുടെ കാലേലും കയ്യേലും നെറ്റിയേലും എല്ലാം ഈ ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് ഉപ്പിട്ട് കുഞ്ഞിന് കൊടുക്കുന്ന എല്ലാ ഭക്ഷണത്തിലും ഉപ്പിട്ട് കൊടുക്കുമായിരുന്നു. പിന്നെ നമ്മൾ പ്രാർത്ഥനകൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ഇത് മാത്രമായിരുന്നു നമ്മളിവർക്ക് ചെയ്ത ട്രീറ്റ്മെൻറ്റ്. ഇന്ന് നമ്മൾ മിടുക്കിയായിട്ട് നിൽക്കുന്നു. പിന്നെ ഇത് പറയാൻ ഇച്ചിരി താമസിച്ചു പോയി, അതിന് ഞാൻ ദൈവത്തോട് ഈശോയോട് മാപ്പ് ചോദിക്കുന്നു. അതുപോലെ അടുത്തതെന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ OT എഴുതാനായിട്ടായിരുന്നു ഈ ഉടമ്പടി എടുത്തത്. ഞാൻ മൾട്ടിപ്പിൾ ടൈംസ് എഴുതി, ഫെയിലിയറായി. ഇവിടെ ആശുപത്രി കിടന്നപ്പോഴാണ് എൻ്റെ ഫൈനൽ എഴുത്തിൻ്റെ റിസൾട്ട് വന്നത്. ഞാൻ പാസ്സായി. പിന്നെ എൻ്റെ ന്യൂസിലൻഡ് സ്കോറായിരുന്നു കിട്ടിയത്. ന്യൂസിലൻഡ് പ്രോസസ്സിങ്ങിലെല്ലാം മാതാവിൻ്റെ എനിക്ക് എല്ലാ സംഭവങ്ങളും, അതായത് എൻ്റെ ക്യാപ് കോഴ്സിൻ്റെ അഡ്മിഷനും എൻ്റെ ഓഫർ ലെറ്റർ എല്ലാം കിട്ടിയത് ഈ ചൊവ്വാഴ്ചത്തെ ഒന്നെങ്കിൽ ധ്യാനം കഴിയുമ്പോൾ അല്ലെങ്കിൽ ധ്യാനത്തിന് തൊട്ട് മുന്നേ. അപ്പം എനിക്ക് ആ ഒരു ഡേറ്റ് എപ്പോഴും ഈ ചൊവ്വാഴ്ച എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ, അതായത് ഇപ്പോൾ കിട്ടിയ ജോലിയിലാണെങ്കിലും ഇപ്പം ഞാൻ ഇനിയും പ്രോസസ്സിങ് ക്യാപ് കോഴ്സ് എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞു വരാൻ സാധിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഓസ്ട്രേലിയയിലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്തു എൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞ്. ഓസ്ട്രേലിയയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അതും എനിക്ക് ഓഫർ ലെറ്റർ വന്നതും അത് അവരുടെ ഒഫീഷ്യൽ ലെറ്റർ വന്നപ്പോഴാണ് ഞാൻ നോക്കുന്നത്, അതും ഒരു ചൊവ്വാഴ്ച തന്നെയായിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഈ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ എനിക്ക് അതായത് എൻ്റെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം സംഭവിച്ചേക്കുന്നത്. അങ്ങനെ ഇപ്പം ഞാൻ ഇവിടെ ആദ്യം ഉടമ്പടി എടുത്തപ്പോൾ ചുമ്മാ വെച്ച ഒരു നിയോഗമായിരുന്നു, നടക്കുമോ ഇല്ലയോ എന്നറിയത്തില്ലാത്ത ഓസ്ട്രേലിയയിൽ ഒരു RN ആകുക എന്നുള്ളത്. അതെങ്ങനെ നടക്കുമെന്ന് അന്ന് എനിക്ക് പ്ലാനില്ലായിരുന്നു. പക്ഷേ ദൈവം അത് ക്രമീകരിച്ചു. ഇന്ന് ഞാൻ ഓസ്ട്രേലിയയിൽ എനിക്ക് RN രജിസ്ട്രേഷൻ കിട്ടി. PR കൂടി ഞങ്ങളുടെ ഫുൾ ഫാമിലി പോകാൻ ദൈവം ഞങ്ങളെ അനുവദിച്ചു. അപ്പം ഞങ്ങളിവിടെ ഒരുമിച്ച് എല്ലാവരും കൂടെ വന്നു നിന്ന് സാക്ഷ്യം പറയണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഹസ്ബൻഡിന് കഴിഞ്ഞ ആഴ്ച ഒരു ചെറിയ ആക്സിഡൻറ്റ് സംഭവിച്ചത് കാരണം എനിക്ക് 3 മക്കളാണുള്ളത്, ഇവള് 2ാമത്തെ ആളാണ്. അപ്പം ഞങ്ങൾ 5 പേരും കൂടെ വന്നു നിന്ന് സാക്ഷ്യം പറയാൻ ആഗ്രഹിച്ചിട്ട് ഒരു ചെറിയ തടസ്സം, ഒരു ആക്സിഡൻറ്റ് വന്നു, പുള്ളിക്ക് വരാൻ പറ്റിയില്ല.
ബാക്കി കുഞ്ഞുങ്ങളെയും കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പം ദൈവകൃപയാൽ ഇവിടെ വന്ന് നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ എനിക്ക് ദൈവം എൻ്റെ കഴിവിനാലല്ല, ദൈവത്തിൻ്റെ കൃപയാൽ ഈശോ നേടിത്തന്ന ഇത് സാക്ഷ്യപ്പെടുത്താൻ അവസരം തന്നതിന് ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഈ സാക്ഷ്യവും ഞാൻ ഇപ്പം പറയാതെ അടുത്ത പ്രാവശ്യത്തേക്ക് മാറ്റി വെച്ചതാണ്. അപ്പം ഞാൻ ഇന്നലെ കുമ്പസാരിച്ച സമയത്ത് ഞങ്ങളുടെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഞാനിങ്ങനെ ഇപ്പം വന്ന് ഈ സാക്ഷ്യം ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചേക്കുവാ പറയാതെ, ഈ ഒന്നിച്ച് പറയാം ഇത്രയും ദൂരം വരണ്ടേ എന്ന് വിചാരിച്ചു. അപ്പോൾ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു എന്താണ് കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊന്ന് ഒരുങ്ങിയില്ല, ഇത് പലരും ഫേസ് ചെയ്യുന്ന കാര്യം തന്നെയായിരിക്കും, ഞാനൊന്ന് ആത്മീയമായിട്ട് ഒരുങ്ങിയില്ല പറയാനായിട്ട്, അതുപോലെ ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു നീ ആത്മീയമായി ഒരുങ്ങിയിട്ടോ നിൻ്റെ യോഗ്യത കൊണ്ടാണോ നിനക്ക് കൃപ ലഭിച്ചതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചിന്തിച്ചു, അത് കാരണം എത്രയും താമസിക്കാതെ പോയി സാക്ഷ്യപ്പെടുത്താൻ പറഞ്ഞു. ഇന്നലെ രാവിലത്തെ കുമ്പസാരത്തിൻ്റെ പുറത്താണ് ഇന്നലെ വൈകുന്നേരം വണ്ടി കയറി ഇന്നിവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചത്. ദൈവത്തിനും അമ്മ മാതാവിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഇവിടെ സമർപ്പിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41-ാം അധ്യായം 10-ാം വാക്യം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ജിൻസി ബേബി വയനാട് തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. തനിക്ക് OET പാസ്സാകുവാനും ന്യൂസിലൻഡ് പ്രോസസ്സിങ് സക്സീഡാകുവാനും അതുപോലെ തന്നെ ഓസ്ട്രേലിയ PR ലഭിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനേക്കാളുപരി പരിശുദ്ധ അമ്മയുടെ ഒരു അനുഗ്രഹമാണ് ഇവർക്ക് ഇവരുടെ മകളെ ദൈവം തിരിച്ചു നൽകിയത്. തലവേദനയോട് തുടർന്നുകൊണ്ട് അതുപോലെ തന്നെ സിവിയറായിട്ടുള്ള ബ്ലീഡിങ്ങോടുകൂടി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴും അതിനെ തുടർന്നുണ്ടായ ബുദ്ധിമുട്ടുകളും അത് വെന്റിലേറ്റർ വരെയൊക്കെ ചെല്ലുന്ന സാഹചര്യത്തുമ്പോഴും നമുക്കത് ജിൻസിയുടെ വാക്കിൽ നമുക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു. എത്രമാത്രം പ്രത്യാശയോടുകൂടിയാണ് ഈ കടന്നുപോയ ബുദ്ധിമുട്ടിനെ അവർ നേരിട്ടെന്നുള്ളത്. കാരണം തൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് തിരിച്ചു വരുമ്പോഴും സാക്ഷ്യം കേൾക്കുകയും ആ സാക്ഷ്യത്തിൽ എപ്രകാരം ഈ ഒരു സാഹചര്യത്തോട് എപ്രകാരം എൻ്റെ ജീവിതത്തോടും പ്രാർത്ഥനയും കൂടെയൊക്കെ ചേർക്കണമെന്നുള്ള ഒരു ആത്മധൈര്യം തന്നെയാണ് ഈ മകളോടൊപ്പം ഈ അമ്മ ചേരുകയും ഉടമ്പടി നേർച്ച വസ്തുക്കളുമൊക്കെ വിശ്വാസത്തോടു കൂടി അത് പൂർണ്ണമായിട്ട് ഉറച്ച വിശ്വാസത്തോടു കൂടിയൊക്കെ അത് ഉപയോഗിക്കുവാനൊക്കെ ആയിട്ട് സാധിക്കുക ചെയ്തത്. ഈ അമ്മയുടെ വാക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു തണുത്ത ശരീരത്തോട് ചേർത്ത് പിടിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു അനുഭവം, പക്ഷേ തുടർന്ന് പരിശുദ്ധ അമ്മ കൂടെ ഉണ്ടാകുന്നുള്ളതും പരിശുദ്ധ അമ്മയുടെ വലിയൊരു ഇടപെടൽ ഈ മകളിലേക്ക് ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ ഈ മകളുടെ ശരീരത്തെ അത് റെസ്പോൺസ് ചെയ്യുവാനും തിരിച്ച ഒരു ജീവശരീരമായിട്ട് ഇവർക്ക് ഈ മകളെ എൽസയെ തിരിച്ച് നൽകുകയൊക്കെ ചെയ്യുന്നത്. അത് പരിശുദ്ധ അമ്മയുടെ വലിയൊരു അനുഭവവും പരിശുദ്ധ അമ്മയുടെ വലിയൊരു ഇടപെടൽ തന്നെയാണ് ഈ കുടുംബത്തിൽ പരിശുദ്ധ അമ്മ കാട്ടുകയൊക്കെ ചെയ്തത്. അത് പൂർണ്ണമായിട്ട് ഉടമ്പടിയോട് ചേർന്നുള്ള വിശ്വാസവും പ്രാർത്ഥന ജീവിതവും അതോടൊപ്പം തന്നെ ഉടമ്പടി തൈലമാണെങ്കിലും ഉടമ്പടി നേർച്ച വസ്തുക്കളാണെങ്കിലും എത്രമാത്രം വിശ്വാസത്തോടു കൂടി അത് പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയിൽ ഈ കുടുംബം ശരണപ്പെട്ടു എന്നതാണ് നമുക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത്. നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇവരെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒപ്പം നമ്മളെയും ഈ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ പരിശുദ്ധ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് നമ്മളെയും ഈ അൾത്താരയിൽ ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.